അൻവർ, രാവിലെ വിളിച്ച അഫ്ഗാനിയാ. നീ ആ ഫോൺ ഒന്ന് എടുക്ക്. हेलो, अस्सलाम वालेकुम भाईजान। बस सब आपकी दुआ से खैरियत है? हाँ जी, बिल्कुल मिल सकते हैं इंशाल्लाह। खुदा हाफिज। ഇന്ന് വൈകിട്ട് അവരെ ഡെസേർട്ട് ക്യാമ്പിൽ കാണാമെന്ന്. ഇത് നടന്നാൽ 40 കോടി രൂപയാ. പക്ഷെ പൈസയുടേതല്ല. 5 കൊല്ലത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ഹാഫിസ് അലിയുടെ മക്കൾ കളി മറന്നിട്ടില്ല എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഇതന്നെ ആണോടാ സ്ഥലം? ഇത് തന്നെ ബലേസ ഡെസേർട്ട് ക്യാമ്പ്. ഇത് പൂട്ടിക്കിടക്കാണല്ലോ. നീ ഒന്ന് ഫോൺ ചെയ്ത് നോക്കിയേ. റേഞ്ചും കാണിക്കുന്നില്ല. ഞാൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നിന്റെയൊക്കെ ഒടുക്കത്തെ കൂട്ടുകച്ചവടത്തിന്. പണക്കൊതി മൂത്ത് ആദ്യം സ്വന്തം തന്തയെ, പിന്നെ എത്രയോ പാവങ്ങളെ, ഒടുവിൽ നിന്റെയൊക്കെ ആർത്തി തീർക്കാൻ പണ്ട് എനിക്ക് സമ്മാനമായി കിട്ടിയ ഈ സ്നേഹസമ്പാദ്യം തിരിച്ചു തരാൻ വന്ന പാവ മനുഷ്യനെ പറഞ്ഞു തീരും മുമ്പേ ചങ്കർത്ത് കളഞ്ഞല്ലടാ നല്ല തന്തയ്ക്ക് പറഞ്ഞ നായിന്റെ മക്കളെ.
ഹലോ മേനോൻ സാർ. മിസ്റ്റർ അലക്സ്, മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സുമായി ലാസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞ് വരികയാണ്. ഞാൻ പറഞ്ഞ ഡെഡ് ലൈനിലേക്ക് ഇനി 4 ദിവസമേ ബാക്കിയുള്ളൂ. നിങ്ങൾ അഡ്വാൻസ് ചെയ്ത 30 കോടി രൂപ റീഫണ്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ പോലും നമ്മുടെ കമ്പനിക്കില്ല. ദാറ്റ് മീൻസ് ആ പണം നിങ്ങൾക്ക് നഷ്ടമാവും. ഐ നോ മേനോൻ സാർ. അറ്റ് എനി റിസ്ക് ഞാനത് ചെയ്തിരിക്കും. ഇപ്പോഴല്ലേ പിടികിട്ടിയത്? എന്റെ മുറിയിൽ നിന്ന് സ്ഥിരമായിട്ട് പുസ്തകങ്ങൾ അടിച്ചു മാറ്റുന്നത് കത്രീനാമച്ചി എന്ന് പറയുന്ന ഈ കള്ളത്തിയാണെന്ന്. നീ അതിങ്ങോട്ട് താടാ. ഇതെന്നാ നീലന്റെ സൃഷ്ടി വായിച്ചൊരല്പം സെന്റിമെന്റലായ മട്ടുണ്ടല്ലോ. ആരാധന തോന്നുന്നുണ്ടോ എന്റെ അമ്മച്ചിക്ക് ഈ സൃഷ്ടാവിനോട്? എന്നതാന്നറിയില്ല, അമ്മച്ചിയുടെ ജീവിതം അങ്ങനെ വരച്ചു വെച്ചതുപോലുണ്ട്. അതുകൊണ്ടല്ലേ കൊച്ചുകുഞ്ഞിത് മേടിച്ച് കൈ വെച്ചിരിക്കുന്നത്. പണ്ട് നാട് വിട്ട് അലഞ്ഞപ്പോ ഏതോ ഒരു പാതിരാത്രിയിൽ കണ്ടുമുട്ടിയതായി എഴുത്തുകാരന്. പിന്നെ പിന്നെ ഇറങ്ങുന്ന പുതിയ സൃഷ്ടികളെല്ലാം മുടങ്ങാതിങ് എത്തിച്ചേരും. അതുപോട്ടെ, ഈ അമ്മായിമാരെന്നാത്തിന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? അത് അമ്മായിമാര് തന്നെ പറയാം. ഇവിടെ നിപ്പുണ്ടായിരുന്നോ? നിന്നല്ലേ പറ്റത്തുള്ളൂ മോനെ. ഇപ്പൊ കാര്യങ്ങളൊക്കെ നിന്റെ കയ്യിലല്ലോ. അയ്യോ, അതെന്നാ പറ്റി? കാര്യക്കാരെ കാരണവന്മാരൊക്കെ കൂടെ കാശിയിലോട്ട് വിട്ടോ? ഓ, തുടങ്ങി അവന്റെ ഒരു തമാശ. എടാ, നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, നിന്നെ പെട്ടിട്ടതേ ദേ ഈ കയ്യിലോട്ടാ. ആഹാ, അപ്പൊ എന്റെ ഈ നിൽക്കുന്ന പൊന്നാര അമ്മായി പണ്ടൊക്കെ വടക്കം വീട്ടിലെ വയറ്റാട്ടിയായിരുന്നു. എടാ, നീ വെറുതെ തോക്കി കയറി വെടിവെക്കാൻ നിൽക്കാതെ അമ്മായിമാർക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചാ കേക്ക്. പറഞ്ഞോളൂ അമ്മായി, ഇനിയും പറഞ്ഞോളൂ. എന്ത് വേണേ കേക്കാൻ ഞാൻ റെഡിയാണ്. വളച്ചുകെട്ടില്ലാതെ ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. എടാ കൊച്ചേ, അന്ന് അമ്മാവന്മാരായിട്ട് കൊച്ചുങ്ങളെല്ലാം വിളിച്ചു വരുത്തിയേച്ച് അങ്ങോട്ട് പറഞ്ഞതാ അവരവർക്കുള്ളത് അങ്ങ് വീതിച്ച് തന്നേക്കാന്ന്. അത് വെച്ച് അവരേതാണ്ടൊക്കെ മനക്കണക്ക് കൂട്ടിയിരിക്കുവോ? ഇതിപ്പോ പുറമേക്കാര് കേട്ട എന്നതാ പറയാ? വിളിച്ചു വരുത്തി ഇലയിട്ടേച്ച് ചോറില്ലാന്ന് പറഞ്ഞ പോലെ ആയിന്നല്ലേ അല്ലേ? അങ്ങനെ അപ്പൊ ചുരുക്കം പറഞ്ഞ ഇവിടെ ഇപ്പൊ എല്ലാരും ഇലയും ഇട്ട് ഉണ്ണാനിരിക്കുകയാണെന്ന് അർത്ഥം. അമ്മായിമാര് പറഞ്ഞാട്ടെ, ആ ഇലയിലോട്ട് ഞാൻ എന്നതാ വിളമ്പേണ്ടത്? പുളിശ്ശേരി വിളമ്പണോ അതോ പുളി ഇഞ്ചി വിളമ്പണോ? നീ നല്ല കൊച്ചായിട്ട് നിന്ന് അതിലേക്ക് ഒരു ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. അത്രേ ഉള്ളോ? ഞാൻ എപ്പോഴേ റെഡി. ദാ ഇപ്പൊ ഈ നിന്ന നിപ്പിൽ ഒപ്പിട്ട് തരാൻ കൊച്ചുകുഞ്ഞ് റെഡിയാ. മാതാവാണ് സത്യം. മാതാവോ? മലയാറ്റൂർ മല മുത്തപ്പനാണേ സത്യം. എന്നാ തുടങ്ങല്ലേ? ആയിക്കോട്ടെ. വക്കീലേ, വായിക്കാൻ വരട്ടെ. കൊച്ചുകുഞ്ഞിനെ എവിടെയും കാണുന്നില്ല. എടാ വൃത്തികെട്ടവരെ, ആരാധിക്കാൻ ഒരു വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടില്ല. വിശ്വസിക്കാനും സ്നേഹിക്കാനും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ 2 കാര്യങ്ങൾ ഒറ്റവാക്കി പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് മനസ്സിലാകില്ല എന്ന് തോന്നിയത് കൊണ്ടാ സകല പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങൾക്ക് കനം കൂടി പോയത്. എന്തിനധികം പറയണം? കാൾ മാർക്സ് ദാറ്റ്സ് ക്യാപിറ്റൽ എഴുതിയപ്പോഴും ഗ്രന്ഥത്തിന് കനം കൂടി പോയത് അതുകൊണ്ട് തന്നെയാ. അരേ വാ, ചുമ്മാതാണോ വടക്കൻ വീട്ടിലെ അമ്മാവന്മാരി താന്തോന്നിയുടെ നാക്കിന് ലൈസൻസ് ഇല്ല എന്ന് പറയുന്നത്? വിത്തിതല്ലേ? വടക്കം വീട്. ഹലോ എടാ, നീ ഇത് എവിടെയാ? കുഞ്ഞമ്മാവ, ഞാൻ ഇവിടെ ഗുണ്ടൽപേട്ട്. നമ്മള് തുടങ്ങാൻ പോകുന്ന പൊട്ടറ്റോ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാ. ജർമ്മനിയിൽ നിന്ന് സായിപ്പ് ഇന്ന് വെളുപ്പിനല്ലേ ലാൻഡ് ചെയ്തത്. ലാൻഡ് ചെയ്ത പാടെ സായിപ്പ് എന്നെ വിളിച്ച് ചോദിച്ചു, ഞാൻ പറഞ്ഞു പിന്നെന്താ സായിപ്പേന്ന്. അങ്ങനെ വന്നതാ. നീ എന്നെ പണിയായി കാണിച്ചത്. ഇനിയും കുഞ്ഞമ്മാവന് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ സായിപ്പിന് ഫോൺ കൊടുക്കാം. ഗുഡ് ഈവനിംഗ് മിസ്റ്റർ താങ്കച്ചൻ. ഇങ്ങോട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് കുഞ്ഞമ്മാവ? വിശ്വാസമായല്ലോ? നീ എല്ലാറ്റിനെയും അങ്ങ് കഴിവേറ്റിട്ട് അടങ്ങുന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് വേണ്ട. നിനക്ക് നല്ലത് ചത്തുപോയ നിന്റെ തന്തയുടെ വഴി തന്നെയാ. എന്നതാ? ചത്തുപോയ തന്തയോ? ഇപ്പൊ കൊടുക്കാവേ. ഒരു ഹലോ പറഞ്ഞാ. അല്ല, ചത്തു പോവാതിരിക്കാൻ തന്തയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കൊച്ചു ഞങ്ങൾ എത്തിക്കോളാവേ എന്ന് പറയായിരുന്നു. മതി പേരപ്പനും അപ്പാപ്പനും ഒക്കെ ഇനിയും കൊച്ചുകുഞ്ഞിനെ വെച്ച് ഞങ്ങളെ കൊണ്ട് വേഷം കെട്ടിക്കാനാണെങ്കിൽ ഓസ്യത്തെ പ്രകാരം വല്യപ്പൻ എഴുതി വെച്ചതങ്ങ് കീറി കളഞ്ഞേക്ക്. ബാക്കി എന്നാ വേണമെന്ന് ഈ ഇലക്ഷൻ അറിയാം.
എന്നതാ അമ്മച്ചി? ഞാൻ വരുവാന്നേ. വല്യമ്മാവൻ 70 വയസ്സ് തികഞ്ഞില്ലേ? തമാശ കളഞ്ഞേ. 2 ദിവസമായി വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോ മനസ്സിനൊരാതി. നീ ഇങ്ങോട്ട് വാടാ, അല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം കിട്ടത്തില്ല. ഇവിടെ ആണെങ്കിൽ എല്ലാരും എത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ പേരില് അമ്മച്ചി വെച്ചേക്ക്, ഞാൻ എന്താ എത്തി. ഞാൻ തറവാട്ടിലേക്കുള്ള ഈ ഗിയർ ഒന്ന് മാറ്റിക്കോട്ടെ.
പറടാ പുല്ലേ, ഏത് മറ്റവന്റെ നക്കാപ്പിച്ച് മേടിച്ചിട്ടാ നീ കൊച്ചുഞ്ഞിനെ നെഞ്ചത്തോടെ ഇത് കയറ്റിയിറക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്? പറയാൻ വല്യമ്മാവന്റെ സപ്തതി ഈ നിൽക്കുന്ന കൊച്ചനിയന്റെ അടിയന്തരം ഒരുമിച്ചുണ്ടിട്ട് നീയൊക്കെ അടങ്ങും അല്ലടാ ചേട്ടൻ കഴിവറട പോലെ. അനങ്ങരുത്. കൊച്ചുഞ്ഞിന് നേരെ കൈയൊങ്ങാൻ വന്നാലുണ്ടല്ലോ, വടക്കൻ വീട്ടിലെ IAS ആണെന്നും പറഞ്ഞ് നടക്കുന്ന നിന്റെ നാക്ക് ചവിട്ടിക്കുട്ടി അണ്ണാക്കി തിരികെ ഞാൻ. നെൽസൺ, നീ ഇതിൽ ഇടപെടണ്ട. നല്ലൊരു ദിവസമായിട്ട് മൂക്കറ്റം കള്ളം പൊന്തി കേറി വന്ന് താൻ തോന്നിത്തരം കാണിച്ചാലുണ്ടല്ലോ, നീ എന്റെ മോനെ തല്ലി അല്ലടാ തന്തയ്ക്ക് പറക്കാത്തവനെ. തന്തയ്ക്ക് പറഞ്ഞവനായതുകൊണ്ടാ തല്ലിയത്. ഈ തന്തയ്ക്ക് അത് വേണ്ടെങ്കിൽ മാറി നിൽക്ക്. അങ്ങനെ എല്ലാരും തല്ലി ആണത്തം കാണിക്കാനാണെങ്കിൽ അത് നീ എന്നെ തല്ലടാ. കൊച്ചിനെ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് പിടിച്ചതല്ല, പിടിപ്പിച്ചതാ. ഈ നിൽക്കുന്ന അപ്പന്റെ ആ നിൽക്കുന്ന മോൻ. കാണുന്നു അമ്മച്ചിക്ക്. ഞാൻ പറഞ്ഞതിന്റെ ബാക്കി ഇവൻ പറയും. പറയടാ പന്നി. പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. ഞാൻ പറഞ്ഞോളാം. സാറിനെ കൊല്ലാൻ എനിക്ക് 1.5 ലക്ഷം രൂപ തന്നത് ഈ SP സാറാ. എടാ, കേട്ടല്ലോ, വടക്കൻ വീട്ടിലെ അമ്മാവന്മാരും ചേട്ടായിമാരും ഒക്കെ ഈ കൊച്ചനിനെ വളർത്താനല്ല കൊല്ലാനാ ഇവന് കാശിന് കൊടുത്തത്. അത് എന്നാത്തിന്റെ പേരിലാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എന്നാടാ ഇവൻ ഈ പറഞ്ഞൊക്കെ നേരാണോ? നേര് തന്നെ. വല്യപ്പന്റെ ഒസിയത്ത് പ്രകാരം ഈ കാണുന്നതെല്ലാം വിഹിതം വെക്കാൻ ഇവനുണ്ടെങ്കിലേ മതിയാവുന്നുള്ള അഹങ്കാരം വെച്ച് പിന്നെയും ഇത്രയും മീശ മുളച്ചോമാരെ കൊരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങിയപ്പോ ഇവൻ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാമെന്ന് ഞങ്ങൾ തന്നെയാ തീരുമാനിച്ചത്. പ്രൈവറ്റ് ഹാർബറിന് വേണ്ടി 300 കോടിയുടെ ഷെയർ ഒപ്പിട്ടതും 30 കോടി അഡ്വാൻസ് കൊടുത്തതും എല്ലാം കൂടെ ചേർത്ത് സായിപ്പിന്റെ കോത്താഴത്തി എഴുതി തള്ളാൻ തോന്നിയില്ല. എനിക്ക് മാത്രമല്ല ഇവന്മാർക്കും. ഇല്ലെന്ന് ഇവര് പറയട്ടെ. എങ്ങനുണ്ടമ്മാവാ സ്വത്തും സമ്പാദ്യം സ്വന്തമാക്കാൻ വടക്കൻ വീട്ടിലെ തമ്പ്രാക്കന്മാരെ നല്ല കുഞ്ഞാടുകളെ വളർത്തിയ മക്കൾ ആവർത്തിച്ച് കലയിക്കുന്ന സ്വപ്നം കണ്ടപ്പോ അതിൽ ഇങ്ങനൊരു സീൻ കണ്ടിരുന്നു. സ്വന്തം കൂടപ്പുറപ്പിനെ കൊന്നു തള്ളാൻ കൊട്ടേഷൻ പാർട്ടിക്ക് കാശെണ്ണി കൊടുക്കുന്ന സീൻ. തറവാടും തന്തമാരും അന്നും ഇന്നും ഒന്ന് തന്നെ ആയതുകൊണ്ട് ചിലപ്പോ കണ്ടു കാണും. പണ്ടും അത് തന്നെയാണല്ലോ ശീലം. കൊന്നു തള്ളാൻ കാശെണ്ണി കൊടുക്കുന്നത് ഇതാദ്യമായിട്ടല്ലോ. ആണെന്ന് പറയാൻ പറ്റുമോ വല്യമ്മാവന്? ഈ താന്തോന്നിയുടെ മുഖത്ത് നോക്കി നടക്കട്ടെ. 70 തികഞ്ഞതിന്റെ ആഘോഷവും അതിന്റെ പേരിലുള്ള വെട്ടിവീഴുകളും എല്ലാം നടക്കട്ടെ. ഇത്രയും കാലം ജീവിച്ചതിന്റെ തട്ടുകട തീർക്കാനും ഇനിയും ചെയ്തു കൂട്ടാൻ പോകുന്നതിന്റെ കണക്കെടുപ്പ് നടത്താനും 1000 പൂർണ്ണയന്ത്രന്മാരെ കണ്ട് അഹങ്കരിച്ച് ജീവിക്കാൻ ഈ ആയുസ് ഇനിയും ബാക്കിയുണ്ടാന്ന് വ്യാമോഹിക്കണ്ട. നല്ല നേരം നോക്കി മാമൂദ് സമുക്കി 4 നേരം അന്നം കൊടുത്ത് തീറ്റിപ്പോറ്റി വളർത്തിയ മക്കളോടും കൂടി പറഞ്ഞേക്ക്. വക്കീലേ, എന്തോ ഏത് പ്രമാണത്തിലോട്ടാ കൊച്ചുകുഞ്ഞ് ഒപ്പിടേണ്ടതെന്ന് വെച്ചാ പറഞ്ഞാ മതി. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇനി ഈ തറവാട്ട് മുറ്റത്ത് ഇപ്പൊ കണ്ട പോലെ കൂടപ്പുറപ്പുകളായിട്ട് യുദ്ധം ആവർത്തിക്കാതിരിക്കാനാ. പിന്നെ എല്ലാം കൂടെ വീതിച്ച് വിളമ്പി കഴിവേറ്റുമ്പോ അതിന്ന് ഒരു തരി മണ്ണി കൊച്ചുഞ്ഞിന് വേണ്ട. ഈ രണ്ട് മനസ്സല്ലാതെ.
അവകാശികളെല്ലാവരും ഒപ്പുവെച്ച സ്ഥിതിക്ക് ഇനി വസ്തു കൈമാറ്റമാകും. ഈ കൈമാറുന്നത് ഒരു വസ്തുവിന്റെ പ്രമാണമല്ല, ഞങ്ങളുടെ അപ്പന്റെ പ്രാണന. ഈ മണ്ണിൽ വിതച്ചതൊന്നും 100 മേനി കൊയ്യാതെ പോയിട്ടില്ല. ஆண்டவா பழனி முருகா. இல்ல சார், அப்பாவும் மக்களும் சின்ன மக்களும் பிராணன் சமம் உண்டாக்கி எடுத்த ഈ சொத்து கண்டிப்பா இங்கத்தான் இது போல காணும். அதும் 100க்கு 100 மேனி விளைஞ்சுதான் காணும். இது வாங்குறதுக்கு சரியாய ஓனர் நான் இல்லை, நான் வெறும் பினாமி. அந்த பெரிய ஆளு தோ வராரு. ജീവിച്ചിരിക്കുമ്പോ ജരാനരകൾ ബാധിക്കും, അത് സ്വാഭാവികം. പക്ഷേ മരിച്ച് മണ്ണടിഞ്ഞു പോയിട്ടും നരബാധിച്ചു പോയ ഒരു മനുഷ്യനാണ് ഞാൻ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ പറയാം. പണ്ട് ഊരിതന്റെ ഈ മുറ്റത്ത് കയറി വന്നൊരു നാടകക്കാരനാണ്. പേര് ദാവീദ്. வாங்க சார் வாங்க. முதல்ல இந்த பிரமாணம். പ്രമാണം വടക്കം വീട്ടിൽ തറവാടിന്റെ പ്രതാപവും പ്രമാണവും കണ്ടിട്ടല്ല പണ്ടും ഞാനിവിടെ കയറി വന്നത്. ഇപ്പോഴും അതല്ല, എനിക്കതൊട്ട് വേണ്ടതാണ്. പണ്ടിവിടുത്തെ പടിപ്പുരയ്ക്ക് കീഴെ എനിക്കൊരിടം തന്ന വടക്കം വീട്ടിൽ കൊച്ചൌസേപ്പ് എന്ന വലിയ മനുഷ്യൻ ചോരയും വിയർപ്പ് ഒഴുക്കി ഉണ്ടാക്കിയ ഈ മണ്ണ് എനിക്ക് വേണ്ട. അത് സ്വന്തമാക്കാനും അനുഭവിക്കാനും മാത്രം വളർന്ന ഒരുത്തനുണ്ടിവിടെ. ഈ ഊരുതണ്ടിയുടെ ചോരയില് ഈ തറവാട്ടിലെ തന്തയ്ക്ക് പറഞ്ഞതല്ല, അമ്മയ്ക്ക് പറഞ്ഞൊരു മകൻ. നിങ്ങളൊക്കെ ഓമന പേരിട്ട് വിളിച്ച ഈ താന്തോന്നി ഇവനാ ഇത് വാങ്ങിയത്. അതിനും മാത്രം വളർന്നിട്ട് തന്നെയാ ഇവൻ നിങ്ങളുടെ മുമ്പിലേക്ക് അഭിനയിച്ചതും. പുതിയച്ച ഉള്ളം കൈ വേർക്കില്ലെങ്കില് ആ കയ്യിലിരിക്കുന്ന പ്രമാണം അവനും കൊടുത്തേക്ക്. വേണ്ട. പ്രതാപത്തിന്റെ അഹങ്കാരം കൊണ്ട് ലോകത്തിൽ ഇന്നേ വരെ ഒരു മണിമാളികയും ആകാശത്തോളം ഉയർന്നിട്ടില്ലടോ. എന്നും നന്മയുടെ ആ ആകാശം കൈവെള്ള കൊണ്ട് തൊട്ടത് കലാകാരനാ. വാളുകൊണ്ട് ഒരു തല കൊയ്യാനാവും, പക്ഷെ വാക്കുകൊണ്ട് മുറിയുന്നത് മനസ്സാ. അതുകൊണ്ടായിരിക്കും അന്നെന്നെ മണ്ണിട്ട് മൂടാൻ നീലകണ്ഠന്റെ കയ്യിൽ നിങ്ങളൊരു കൊടുവാള് കൊടുത്തു വിട്ടപ്പോ അവനതിന് പറ്റാതെ പോയത്. ഞാൻ കാരണം മുറിവേറ്റൊരു മനസ്സുണ്ട് ഇവിടെ. ആ മുറിവുണക്കാൻ മരുന്നായിട്ട് ഇനി ഒരു വാക്കേ ബാക്കിയുള്ളൂ. മാപ്പ്. കത്രീനെ, എനിക്ക് വേണ്ടി കരയാൻ ഇനിയും കണ്ണീര് ബാക്കിയുണ്ടോ നിനക്ക്? ഒരു സ്വപ്നാണെന്ന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ദേശാടക പക്ഷികൾ അങ്ങനെയാടി. ഏതോ ദേശത്ത് ഏതോ ചിലയിൽ കൂടുവയ്ക്കും, പിന്നെ
രാവും പകലും കടലുകൾ താണ്ടി ആ കൂട്ടിലേക്ക് പറന്നെത്തുന്നത് അവരുടെ മക്കളായിരിക്കും. ലക്ഷ്യത്തിലെത്തും മുമ്പേ ചിറകൊടിഞ്ഞു പോയ ഈ ദേശാടന പക്ഷിക്ക് പണ്ട് വെച്ച ജില്ലയിലെ കൂട്ടിലേക്ക് പറന്നെത്താൻ നീ ഒരു മോനെ തന്നു. അപ്പന്റെ വഴികാട്ടിയായ എന്റെ കുട്ടി കുറുമ്പൻ നിന്റെ താൻ തോന്നി. ആശാനെ ഓവറാക്കല്ലേ. ആശാനേന്നോ? അപ്പാന്ന് പറയടാ, താൻ തോന്നി. അമ്മച്ചേ, ഇനി എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയാലും വേണ്ടതല്ല. ഞാനൊരു കാര്യം അങ്ങോട്ട് ചെയ്യാൻ പോവാ. നിനക്ക് നോവില്ലെന്നറിയാം. എന്നാലും ഇത്രയും കാലം ഈ പാവ അമ്മച്ചോട് ഇത് മറച്ചു വെച്ചില്ലേ, അതിന് ഇതൊരെണ്ണം നല്ലതാ. ഇപ്പൊ സന്തോഷമായല്ലോ എന്റെ മോനെ. സന്തോഷം. അങ്ങനെ കാറ്റ് പറഞ്ഞതും കടല് പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ.